പ്രധാനമന്ത്രിയെ പോയി കണ്ടുവന്ന് പുറത്തു വന്നിട്ട് പ്രധാനമന്ത്രി ദുഷ്ടനാണ്, കൊള്ളക്കാരനാണ്, മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ നിൽക്കുന്ന ആളാണെന്ന് പുറത്തു പറയാൻ പറ്റുമോ? പുറത്തു വന്നിട്ട് കണ്ടിട്ട് പുറത്തു വരുമ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ഒരു മഹാപണ്ഡിതൻ 90 കഴിഞ്ഞ ഒരു പണ്ഡിതൻ കേരളം മൊത്തം സഞ്ചരിച്ച് അതിലൂടെ മനുഷ്യരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, എസ്പെഷ്യലി മുസ്ലിം സമുദായത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി. ആ പ്രയാസങ്ങളെല്ലാം ഒരു നിവേദനം രൂപത്തിലാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ആ നിവേദനം സമർപ്പിക്കുകയും അതിനോടനുബന്ധമായ ചർച്ചകൾ നടത്തുകയും ചെയ്ത് പ്രധാനമന്ത്രി അതിൽ എല്ലാം പരിഹാരം കാണാമെന്നൊരു വാക്കും കൊടുത്ത് ആ ഒരു ചർച്ച വളരെ നല്ല നിലയിൽ അവസാനിച്ചതിന് ശേഷം നേരെ വെളിയിൽ ഇറങ്ങിയിട്ട് ആ മഹാപണ്ഡിതൻ പറയുകയാണ്, ഇതിനകത്തിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന നരാധമൻ ഇന്ത്യൻ മുസൽമാനെ ഉന്മൂലനം ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ മുസൽമാനെ നമ്മൾ സുരക്ഷിതരല്ല, ഇന്ത്യയിൽ നമ്മൾ സേഫ് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ പറഞ്ഞ് ഒരു ലോകം അറിയപ്പെടുന്ന ഒരു നേതാവ്, മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, ചില പാർട്ടികളുടെ മലപ്പുറം ജില്ലയിൽ മാത്രം അറിയപ്പെടുന്ന അങ്ങനത്തെ ഒരാളല്ല, ലോകം അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഗ്രാൻഡ് മുഫ്തി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ ഇന്ത്യൻ യുവാക്കളുടെ മുസ്ലിം യുവാക്കളുടെ രക്തം തിളപ്പിച്ചാൽ അവർ തീവ്രവാദത്തിലേക്കും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലേക്കും പോകും. അതല്ല ഉസ്താദിന് വേണ്ടത്. ഇവിടെ മുസൽമാന്റെ സമുദായത്തിന്റെ ഉന്നമനമാണ് മാത്രമാണ് ലക്ഷ്യം. ഇവിടെ ഉസ്താദ് പറഞ്ഞത് അറബിക് കോളേജുകളും മദ്രസകളും പള്ളികളും നടക്കുന്നുണ്ട്, അതിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ അത് നടക്കണം, അത് തന്നെയാണ് ആഗ്രഹം. നേരെ മറിച്ച് ഇങ്ങനെ ഒരു നിവേദനം കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇരുന്ന കൂലിയെഴുത്തുകാരായ ചില ആളുകളുടെ ലൈക്കും സപ്പോർട്ടും കിട്ടിയേക്കാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അറബി കോളേജുകളും മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തി മുസ്ലിം സമുദായത്തിന് ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് കോപനമില്ലാതെ സമാധാനപരമായിട്ട് ഉമ്മത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കണം. ആ ഉമ്മത്തിന് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഉമ്മത്തിന് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടല്ല. അപ്പൊ ഗുജറാത്തിലും അതുപോലെ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളിലും നിരവധി അറബി കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിലെല്ലാം പഠിക്കുന്നത് ഗുജറാത്ത് കലാപത്തിൽ വധിക്കപ്പെട്ട, കൊല്ലപ്പെട്ട വാപ്പമാരുടെയും ഉമ്മമാരുടെയും മക്കളാണ്. അവരെ ഇനിയും തെരുവിലേക്ക് ഇറക്കി വിടണോ? അവരെ ഇനി കാശ്മീരിലുള്ള മക്കളെ ഇനിയും തെരുവിലേക്ക് ഇറക്കി വിടണോ? അവരെ തീവ്രവാദികളാക്കണോ? രാജ്യദ്രോഹികളാക്കണോ? അതാണോ വേണ്ടത്? ഇവിടെ സംയമനത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലൂടെ കാര്യങ്ങൾ കൈവരിക്കണം. അതുതന്നെയാണ് അന്നും ഇന്നും എന്നോളം ഇവിടെ കേരളത്തിൽ 89-ന് ശേഷം എന്തെല്ലാം കലാപങ്ങൾ അഴിച്ചുവിട്ടു. ഉസ്താദ് സംയമനത്തിന്റെ പാത സ്വീകരിച്ചു. ഇന്ന് അൽഹംദുലില്ലാ ഉസ്താദിന്റെ പ്രസ്ഥാനവും വിദ്യാഭ്യാസം കൊണ്ട് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന്. ഉസ്താദ് പറഞ്ഞത് സുരക്ഷിതരായതുകൊണ്ട് തന്നെയാണോ? ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ സുരക്ഷിതരാണെന്നല്ല, ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ ഇന്ത്യൻ മുസൽമാൻ സുരക്ഷിതരാണ്. പിന്നെ പറയുന്നത് ഇഡിയെ പിടിച്ച്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഉസ്താദ് ഉണ്ടായ കാലം മുതൽ, ഉസ്താദ് ഒരു പൊസിഷനിൽ എത്തിയ കാലം മുതൽ ഓരോ കാലഘട്ടത്തിൽ വരുന്ന പ്രധാനമന്ത്രിമാരെയും പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും മീഡിയ ഭയന്നിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് മക്കളെ ചിന്തിക്കുക, ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. കാന്തപുരം വിരോധം മാറ്റിവെച്ച് നിങ്ങളായിട്ട് ചിന്തിക്കുക. ഒരു പക്ഷേ അവിടെ പ്രകോപനപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരുന്നെങ്കിൽ അതുകൊണ്ട് ഇന്ത്യൻ മുസൽമാന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക എന്ന് മാത്രം. ആളുകൾ എന്തെല്ലാമോ പറയുന്നവരുണ്ടാവും. അവരെ പറ്റി ഒന്ന് ചിന്തിക്കാനേ പോകണ്ട, അവരെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്ത് ഇവിടെ വന്നിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ എല്ലാ ചീത്തയും ഇങ്ങനെ പറയുന്നു. അതങ്ങനെ പറഞ്ഞോട്ടെ, ഞാനതിന് മറുപടി പറയാൻ പോകുന്നില്ല. എന്നിട്ടോ ഷാഫി ഇമാം പറയും, അത് പറയാത്തത് കൊണ്ട് എനിക്ക് സഹിഷ്ണുതയും ക്ഷമയും ഗുണവും ഇങ്ങനെ വർദ്ധിക്കുന്നു. അവൻ വിഡ്ഢിയായി ഇങ്ങനെ പോകുന്നു. ഏതുപോലെ ഊത് തീയിലിട്ട് ആ തീ കൊണ്ട് കരിക്കുന്നോറും നല്ല നല്ല മണം, ഇങ്ങനെ സുഗന്ധദ്രവ്യം വരുന്നു, അത് കരിഞ്ഞു പോകുന്നു. അതുപോലെയാണ് നമുക്ക് ശത്രുക്കളെ പരിഗണിക്കാതെ പ്രവർത്തനം നന്നാക്കിയെടുക്കുക. അതാണ് വേണ്ടത്.